നെടുമുടി സാറും പിന്നെ തിലകൻ സാറാണ് എനിക്ക് മലയാളത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ്. വലിയ നന്ദിയുണ്ട് അവരോട്. അപ്പോൾ എനിക്ക് മലയാളം ഇത്രയും അറിയില്ലായിരുന്നു. ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിലും എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുകയായിരുന്നു. അപ്പോഴാണ് ഹിന്ദി ഭാഷയിലാണ് തിലകൻ സാർ പഠിപ്പിച്ചത്. അവർ പട്ടാളത്തിൽ ഹിന്ദിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നെടുമുടി സാർ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ച് തന്നത്. അങ്ങനെയാണ് ഞാൻ മലയാളം പതുക്കെ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ ശോഭനമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. പാഠം തീരുന്നതിനെ വരെ ഞങ്ങൾ രണ്ടുപേരും ഒരു കാറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും എവിടെ കിട്ടിയാലും പിന്നെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാൻ തിലകൻ സാർ, നെടുമുടി സാർ, ശോഭന, പിന്നെ ലളിത ചേച്ചി, പിന്നെ മോഹൻലാൽ സാർ, പിന്നെ നമ്മുടെ ഇപ്പോൾ മാന്യ മന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി സാർ, എല്ലാവരും ഒരു കംഫർട്ട് സോണിൻ്റെ മാസ്റ്റേഴ്സാണ്. പിന്നെ ഫാസിൽ സാർ, നമുക്ക് എന്ത് സംശയം തോന്നിയാലും അവരോട് ചോദിക്കാം. അവരതിനെ കൃത്യമായിട്ടുള്ള മറുപടി തരുമായിരുന്നു. അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയ ഒരു ടീമായിരുന്നു. പിന്നെ പല സ്ഥലത്തിലാണ് ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഈ തൃപ്പൂണിത്തറ പാലസ് റോഡായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുമ്പം കാർ ഏതായാലും ഡ്രൈവർ ഏതായാലും ആരായാലും ഡ്രൈവർമാർ പറയാറുണ്ട്, അല്ലെങ്കിൽ കാറിലുള്ള വേറെ എല്ലാവരും പറയാറുണ്ട്, ഇത് മനസ്സിലായോ ഏതാണ് വീടെന്ന്, ഇത് ഈ പാലസ് ഏതാണെന്ന് മനസ്സിലായോ, മാടമ്പിള്ളിയാണ്, തൃപ്പൂണിത്തറ പാലസാണ് എന്നൊക്കെ അവർ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. ഇപ്പോൾ അത് തൃപ്പൂണിത്തറ പാലസ് ഒന്നുമല്ല, മ്യൂസിയം ആയിരിക്കുന്നു അല്ലേ. പക്ഷേ എല്ലാവരും പറയാറുണ്ട് അത് എൻ്റെ വീടാണെന്ന്, മാടമ്പിള്ളിയാണ് എന്ന് ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. അത്രയ്ക്ക് എല്ലാവരുടെ മനസ്സിലുണ്ട് മണിച്ചിത്രത്താഴും, പിന്നെ മാടമ്പിള്ളിയും സന്നിയും ഗംഗയും ശ്രീദേവിയും. അവരോടൊപ്പം ഒരു ശ്രീദേവിയായി കഴിയാൻ കിട്ടിയതിൽ എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ടി വിയിൽ കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൊരു വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ വെച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പഴയ കാലഘട്ടം. ഉള്ള ആൾക്കാരോട് എന്താണ് പറയുന്നത്? കാണണം. ഇപ്പോൾ 4K റെസൊല്യൂഷനിൽ പിന്നെ ഡോൾബി സൗണ്ട് ഇഫക്ട്സിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ടിക്കറ്റ് മേടിച്ചിട്ട് ഇതുപോലത്തെ ഒരു സിനിമ പിന്നെയും കാണണം. ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നേരത്തെ ഒരു സക്സസ് ആയി കിട്ടിയിരിക്കുന്ന ഒരു സിനിമയാണ്, സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. ഇതിൻ്റെ റിലീസാണ്, പുതിയ ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ ഒരു കൗതുകമുണ്ടാവില്ലേ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ഡബിൾ സക്സസ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഇത് 4K കാണുന്ന സമയത്ത് ലൊക്കേഷൻ ആയാലും അതിൻ്റെ സെറ്റുകളൊക്കെ ആയാലും നല്ല പഴയ ഒരു കാലഘട്ടം നമുക്ക് ഓർമ്മപ്പെടും. അപ്പോൾ ആ ഒരു അഭിനയിച്ച സമയത്ത് ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, എക്സ്പീരിയൻസ് എന്ന് പറയാൻ 2-3 യൂണിറ്റ്സ് ആയിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. ആകെ കൂടുതൽ കൺഫ്യൂഷനാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് എല്ലാവരുടെ കമ്പനിയാണ്. എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുക. ഇന്നത്തെ കാലത്തെ പോലെ ക്യാരവൻ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ അന്ന്. ഒരു വലിയ വീട്ടിലാണ് ഭക്ഷണവും, പിന്നെ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള വേറെ മുറികളൊക്കെ. ക്യാരവാൻസ് ഇത് ഇല്ലാണ്ട്, ക്യാരവാൻ ഇതൊന്നും ഇല്ലാണ്ടാണ്, വാനിറ്റി ഒന്നും ഇല്ലാണ്ട് മുറികളിലാണ് നമുക്ക് അന്ന് യോജിച്ച് തന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറൊക്കെ പോവുകയായിരുന്നു. പിന്നെ കാറിൽ ഒരുമിച്ച് യാത്ര, ശോഭനയും ഞാനുമൊക്കെ. എന്തൊരു സംസാരം നല്ല. പിന്നെ നെടുമുടി വേണു സാർ, പിന്നെ തിലകൻ സാർക്കൊക്കെ എന്തൊരു നല്ല ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്, നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ്. പിന്നെ കുതിരവട്ടം പപ്പു പോലും, പിന്നെ ഗണേഷ്, പിന്നെ നമ്മുടെ സുധേഷ് എല്ലാവർക്കും നല്ല ഹ്യൂമർ സെൻസാണ്. പിന്നെ ഇതിൽ ഒരു രാമനാഥൻ എന്ന മഹാദേവൻ ഗാതരം ചെയ്തത് കന്നഡ ആർട്ടിസ്റ്റാണ്, ശ്രീധർ എന്ന് പറയുന്ന കന്നഡ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരും സെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിയുന്ന ഭാഷ കന്നഡ സംസാരിക്കാൻ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു. അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വെരി നൈസ് എക്സ്പീരിയൻസ്. പിന്നെ ഈ ടെക്നോളജി ഒന്നും കൂടുതൽ അഡ്വാൻസ്ഡ് അല്ലാത്ത കാലത്തിൽ എന്തൊരു ഷോട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോഴാണ് അതിശയായിരിക്കുന്നു. ഇപ്പോൾ ഈസിയാണ്,
എടുക്കാൻ ഈസിയാണ്. ഈസി എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, പക്ഷെ അന്നത്തെ കാലത്തെ പോലെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല എന്നാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ക്യാമറ ഫോക്കസിങ്ങിലേക്ക് എത്തുന്നു. പിന്നെ പല പല അപ്ഗ്രേഡിങ് ടെക്നോളജി സോഫ്റ്റ്വെയർസൊക്കെ ഉള്ളതാണ്. അന്ന് അതൊന്നുമില്ലായിരുന്നു. ആ കാലത്ത് ഇത്രയും കൃത്യമായിട്ടുള്ള ഷോട്ട്സ് എടുത്തിരിക്കുന്നു. അതൊരു മിടുക്കാണ്, ഭയങ്കര മിടുക്കാണ്. ശ്രീദേവി റൂമിലിരിക്കുന്ന സമയത്ത് ഫാനിലൊരു ഷോട്ടുണ്ട് കാണിക്കുന്നത്. ആ ഷോട്ട് അത് എങ്ങനെയാണ്? ആ ഷോട്ട് അത് നേരത്തെ യോജിച്ച ഷോട്ടൊന്നും അല്ലായിരുന്നു. ഇങ്ങനെ നിന്നാലോ എന്ന് ഫാസിൽ സാർ പറഞ്ഞു. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞു, എല്ലാ ശ്രീദേവിയുടെ സന്നിയായിട്ട് സംസാരിക്കുന്ന എല്ലാ ഷോട്ട്സും ജനൽ വഴി അല്ലെങ്കിൽ ഡോർ വഴി ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊരു ഷോട്ട് എടുക്കാമെന്നാണ് വേണുവാണ് ക്യാമറ സിനിമാറ്റോഗ്രാഫർ വേണുവാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ആ ഷോട്ട് എടുത്തത്. പക്ഷെ അതിൽ പിന്നെ വലിയ ഫാൻ ആയതുകൊണ്ട് ഒരു കോൺകേവ് മിറർ പോലെ, മിററല്ല മെറ്റാലിക് ഇതാണ്, ഒരു കോൺകേവ് ഇത് അവിടെ നമുക്ക് കിട്ടി. അതിൽ ഫേസും കിട്ടി. അത് ഭയങ്കര ഭംഗിയായി പോയി. നല്ല ഷോട്ട് എടുക്കാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഫാസിൽ സർ, വേണുജി രണ്ടുപേരും ഭയങ്കര നല്ല വിഷണറീസാണ്. നല്ല വിഷണറീസാണ്. അന്ന് തന്നെ ഇതുപോലത്തെ ഒരു സിനിമ എടുക്കാമെന്നുള്ള തീരുമാനം എടുത്തത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അതാണ് അതിൽ പങ്കെടുക്കാൻ എനിക്കൊരു ഇത് കിട്ടിയല്ലോ, അവസരം കിട്ടിയല്ലോ. അത് എനിക്ക് നന്ദി പറയാനുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിൽ 3 വേറെ ഡയറക്ടേഴ്സും കൂടെ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ സാറും അവരൊരു കോമ്പിനേഷൻ. പക്ഷേ അവരുടെ സീനുമായിട്ട് എല്ലാം കൃത്യമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നതാണ് എല്ലാവരും ഡയറക്ഷൻ. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അതെ, അതിനെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ ഡയറക്ടേഴ്സാണ്, പേരുകേട്ട ഡയറക്ടേഴ്സാണ്. പ്രിയം സാറാകുമ്പം അന്നത്തെ കാലത്ത് നല്ല പടങ്ങളൊക്കെ എടുത്തിരുന്നു. സിബി മലയിൽ സാർ അവരുടെ അസോസിയേറ്റ് ആയിരുന്നു. പക്ഷെ അവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു അവസരം, അവരുടെ കഴിവ് ഫാസിൽ സാറിന് അറിയുമായിരുന്നു. പിന്നെ ഒരു ഈഗോ ക്വസ്റ്റ്യനും ഇല്ലാണ്ട് ഈ സീന് ഇങ്ങനെയാണ് വേണ്ടത്, ഈ സീൻ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്തിട്ടാണ് അവരൊരു കൂട്ടുകാർ പോലെയാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. ദേ ഹാഡ് എ ഫെൻറ്റാസ്റ്റിക് കോമ്പിനേഷൻ ആൻഡ് ദേ ഹാഡ് പൊരുത്തമെന്ന് പറയില്ലേ, അങ്ങനെ പാഷനേറ്റ് പൊരുത്തമാണ് അവരിൽ ഞാൻ കണ്ടത്. ഞാൻ സിബി മലയിൽ സാർ ഡയറക്ഷനിൽ അല്ലെങ്കിൽ പ്രിയൻ സാർ ഡയറക്ഷനിൽ എനിക്ക് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫാസിൽ സാറാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ അവരുടെ സീൻ എടുക്കുമ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ താക്കോലും ഉണ്ടാക്കുന്ന സീനിലൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവരെ കുറിച്ച് എന്ത് പറയാനാണ്. വെരി നൈസ് കോമ്പിനേഷൻ. ഇറ്റ് വാസ് വെരി പാഷനേറ്റ് കോമ്പിനേഷൻ. ഇത്രയും കാലം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ കണ്ടൊരു സിനിമ ഇനി മുതൽ 4Kയിലാണ് കാണാൻ പോകുന്നത് പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? 4K പടം ഹിറ്റാക്കണം. 35mm പടം ഹിറ്റാക്കിയ പോലെ 4K പടത്തിനെയും ഹിറ്റാക്കണം. അപ്പോഴാണ് അത് ഒരു ഉത്സവമാണ്, നമുക്കൊരു ഉത്സവമാണ്. ഇതും ഹിറ്റായി എന്നുള്ള ഒരു കാര്യം എത്ര പ്രാവശ്യം കണ്ടാലും ആൾക്കാർ പറയാറുണ്ട്, മടുക്കാതെ കാണുന്നു, അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. അപ്പോൾ ഈ 4Kയും അവർക്ക് ഒരു തൃപ്തികരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം.